അച്ചടി മാധ്യമങ്ങളുടെ കാലത്ത് രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ എളുപ്പമായിരുന്നു. പക്ഷെ ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് അത്തരം അഭ്യാസം ഗുണം ചെയ്യില്ല. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത്, ആത്മഹത്യ ഇടയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന ഭാഗമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ സംഭവിച്ചത് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിയെന്നും പാർട്ടി അങ്ങനെയാണെന്നും നാളെ തെറ്റ് ചെയ്യുന്നത് M.V. ജയരാജനായ താനാണെങ്കിലും പാർട്ടി നടപടിക്ക് വിധേയമാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നിമിഷങ്ങൾക്കകം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. പാർട്ടിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്ന വാർത്തകൾ കിട്ടാത്തതുകൊണ്ട് വാർത്താ ദാരിദ്ര്യം കാരണം മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതാണ്. അങ്ങനെയല്ല താൻ പറഞ്ഞത്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യയുടെ പ്രസംഗമാണ് എന്ന തരത്തിൽ ഒരു കേസുണ്ട് എന്നാണ് താൻ പറഞ്ഞത് എന്നാണ് ജയരാജൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി പറയുന്നത് ജാഗ്രതക്കുറവ് PP ദിവ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ പ്രസംഗം അത് ജാഗ്രതക്കുറവ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പിണറായിയുടെ തിരുത്ത്. ഇതെല്ലാം കാണുമ്പോൾ നാം ഓർക്കേണ്ടത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ കേസ് ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. ആ കേസിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക CPM-നുണ്ട്. അപ്പോൾ ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം നിലനിൽക്കുന്ന ഒരു കേസാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് M.V. ജയരാജൻ്റെയും ഇപ്പോൾ ജാഗ്രത കുറവ് എന്ന് പറഞ്ഞ് പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെയും നിലപാടുകളിൽ പ്രതിഫലിക്കുന്നത്. എന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന നിലയിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും കുടുംബവും എല്ലാം ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ആ സംശയങ്ങൾ അവസാനിപ്പിക്കാൻ നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്.